ഹലോ അസ്സലാമു അലൈക്കും. ഹൗ ടു ബിക്കം എ ക്ലോസർ ടു അള്ളാഹ്. ആ നിസ്കാരത്തിൻ്റെ മുൻപും അള്ളാഹുവിൻ്റെ മുമ്പിലാണെന്ന് നിസ്കരിക്കുന്നത് എന്ന് മനസ്സിൽ കൊണ്ടുവരിക. സമാധാനത്തോടെയും വിനയത്തോടെയും നിസ്കരിക്കുക. അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്ന് ഓർക്കുക. അള്ളാഹു താല നമ്മളെ മുമ്പിലുണ്ട്. അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ സുജൂദ് ചെയ്യുന്നത്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാം കൈകടത്തുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവാണ് എല്ലാം ചെയ്യുന്നത് എന്നുള്ള ബോധ്യത്തോടെ, അവൻ്റെ മുന്നിലാണ് സുജൂദ് ചെയ്യുന്ന വിശ്വാസത്തോടെ, ആ ഭയഭക്തിയോടെ, ഇത് നമ്മളുടെ അവസാനത്തെ പ്രാർത്ഥനയാണെന്നുള്ള ഓർമ്മയോടെ നമ്മൾ ദുആ ചെയ്യുക, നമ്മൾ നിസ്കരിക്കുക. തീർച്ചയായിട്ടും നമുക്ക് ആ ഭയഭക്തിയോടുകൂടെ നിസ്കരിക്കാൻ പറ്റും. ഭയഭക്തി എന്നത് പേടിച്ചിറുകിയുള്ള നിസ്കാരമല്ല. അവനാണ് നമ്മളെ സൃഷ്ടിച്ചത്. അവന് വേണ്ടിയാണ് നമ്മൾ സുജൂദ് ചെയ്യുന്നത്. ക്ഷമയോടെ സമാധാനത്തോടെ നിസ്കരിക്കുക. 5 വഖ്ത് നിസ്കാരവും നമ്മൾ ക്രമപ്രകാരം നിർവഹിച്ചു തുടങ്ങുക. തീർച്ചയായിട്ടും നമ്മളുടെ ലൈഫിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അത് നമ്മൾ സന്തോഷത്തിലാക്കും, ജീവിതം മെച്ചപ്പെടുത്തും, റബ്ബിലേക്ക് അടുപ്പിക്കും, മുത്ത് റസൂലിനോട് സ്നേഹം അധികരിപ്പിക്കും. എല്ലാ നിസ്കാര ശേഷവും നമ്മൾ കുറച്ച് നേരം ദിക്റും ദുആവും സ്വലാത്തും മദീനയിലേക്കുള്ള സ്വലാത്തും ഒക്കെ അധികരിപ്പിച്ച് കുറച്ച് നേരം ഇരിക്കുക. ഇനി ഇരുന്ന് ചൊല്ലാൻ സമയമില്ലാത്തവർ നടന്നുകൊണ്ടെങ്കിലും ചൊല്ലുക. മനസ്സ് തുറന്നിട്ട് പ്രാർത്ഥിക്കുക. അവസാനത്തെ നിസ്കാരമുള്ള ദൃഢനിശ്ചയത്തോടെ നിസ്കരിക്കുക. ആ നിസ്കാരശേഷം സ്വർഗത്തിൽ പ്രവേശിക്കുന്നതായിട്ട് ആലോചിക്കുക. ആ നരകത്തിൽ നിന്നും രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് നമുക്ക് കയറണം. അതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. എല്ലാ നിസ്കാരവും അങ്ങനെ തുടർന്ന് കുറച്ച് ദിവസങ്ങൾ ചെയ്യൂ. തീർച്ചയായിട്ടും സ്ഥിരമായി നമ്മൾ അങ്ങനെ ആവും. അല്ലാഹു തആല നമ്മളുടെ കൂട്ടുകാരനെ പോലെ കാണുക. എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുക. മനസ്സ് ഫ്രീ ആക്കുക. തീർച്ചയായിട്ടും നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റും. 5 വഖ്ത് നിസ്കാരം ഒഴിവാക്കാതെ നിസ്കരിക്കുക. പറ്റുന്നത്ര പേരും തഹജ്ജുദ് നിസ്കരിക്കുക. അത് ജീവിതത്തിൽ പകർത്തിയാൽ തന്നെ നമ്മളുടെ പാതി പ്രശ്നങ്ങൾ കഴിയും, ഇല്ലാണ്ടാവും. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് നമ്മളെ താൽക്കാലികമായിട്ടുള്ളൊരു ജീവിതമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിവിടെ ചിരിച്ചും കളിച്ചും സന്തോഷിച്ചും ആഹ്ലാദിച്ചും ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ നമ്മൾ അള്ളാഹുവിനോടടുത്തും മുത്ത് റസൂലിനെ സ്നേഹിച്ചും നന്മകൾ ചെയ്തും നമ്മൾ ജീവിച്ചാൽ അവിടെ നമുക്ക് അസുഖങ്ങളോ പ്രശ്നങ്ങളോ വിഷമങ്ങളോ ഒന്നുമില്ലാതെ മൊത്തത്തിൽ സന്തോഷമായിട്ട് ജന്നാത്തുൽ ഫിർദൗസിൽ മുത്ത് റസൂലിൻ്റെ കൂടെ നല്ല സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും.